ഹലോ നമസ്തേ. കൽഹാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വിറകടുപ്പിൽ തയ്യാറാക്കിയ ഒരു പച്ചമാങ്ങ പച്ചടിയാണ്. ഇപ്പൊ മാങ്ങ വളരെ സുലഭമാണല്ലോ. അപ്പൊ ഇത്തവണ നമുക്ക് വിഷുവിന് പച്ചമാങ്ങ കൊണ്ടൊരു പച്ചടി തയ്യാറാക്കാം. അപ്പൊ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് 3 പച്ചമാങ്ങയാണ് എടുത്തേക്കുന്നത്. കിളിച്ചുണ്ടൻ മാങ്ങയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ സ്കിൻ ഇങ്ങനെ റെഡ് കളറിൽ ഇരിക്കുന്നത്, അല്ലാതെ പഴുത്ത മാങ്ങയല്ല കേട്ടോ, പച്ച മാങ്ങ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അമ്മ അതിന്റെ പച്ചമാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുവാണ്. അമ്മയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. നാട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അമ്മമാരുണ്ടാക്കുന്ന കറികൾ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ അമ്മയുടെ കറികളിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഈ പച്ചമാങ്ങ പച്ചടി. പച്ചമാങ്ങ പച്ചടി ഉണ്ടെങ്കിൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു പച്ചടി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. കൊച്ചുമകൻ വന്ന് നോക്കിയിരിപ്പുണ്ട് അമ്മ മാങ്ങ ചെത്തുന്നിടത്ത്. ഇങ്ങനത്തെ നാടൻ കറികളൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവര് ഉണ്ടാവില്ലല്ലോ. പക്ഷെ പലർക്കും, അതായത് ഈ പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്ക് പലർക്കും അറിവുണ്ടാവില്ല ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആയിട്ടുള്ള മാങ്ങാ പച്ചടി. അപ്പൊ ഇത് എങ്ങനെയാണ് മുറിച്ചെടുക്കുന്നതെന്നൊക്കെ നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. വെള്ളരിക്കയൊക്കെ നമ്മൾ പച്ചടി വെക്ക് മുറിക്കില്ലേ, അപ്പൊ അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട. അങ്ങനെ ആക്കി കഴിയുമ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് ഉടഞ്ഞു പോകും പെട്ടെന്ന്. കുട്ടിപ്പട്ടാളങ്ങളും അമ്മൂമ്മയുടെ കൂടെ കൂടിയിട്ടുണ്ട്. അമ്മയ്ക്കും അതൊരു സന്തോഷം കേട്ടോ. അവര് നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണ്. പിന്നെ അമ്മൂമ്മയുടെ പുറകിലാണ് അമ്മൂമ്മ എന്താ ചെയ്യുന്നതെന്നൊക്കെ വന്ന് ചോദിച്ച് എന്തൊക്കെയാണ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ പല പല കഥകളും ഒക്കെ ഉണ്ട്. അവരുടെ കഥകൾ അങ്ങോട്ടും പറഞ്ഞ് അമ്മൂമ്മയുടെ കഥകൾ ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കുക്കിംഗ്. ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ അമ്മയ്ക്കും ഇത് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ അവരിങ്ങനെ ചുറ്റും കൂടി ഇരുന്ന് കിന്നാരമൊക്കെ പറയുന്നത്. അമ്മ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർക്കാം. പച്ചമാങ്ങ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒന്ന് തിളച്ചാൽ മതി, കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വേകും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അരപ്പ് പെട്ടെന്ന് തയ്യാറാക്കണം എന്നാണ് അമ്മ പറയുന്നത്. അല്ലെങ്കിൽ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ട് മാങ്ങ വേവിക്കാൻ വെക്കുക. കുട്ടിപ്പട്ടാളങ്ങളും കൂടെ കൂടിയിട്ടുണ്ട്. ഇത് അമ്മയുടെ വിറക് പുരയാണ് കേട്ടോ. ഇവിടെയാണ് അമ്മ വിറക് സൂക്ഷിക്കുന്നത്. അതിന്റെ സൈഡിലായിട്ട് ഒരു വിറകടുപ്പും കൂടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അമ്മയുടെ മിക്കവാറും കുക്കിംഗ് ഒക്കെ ഇവിടെ തന്നെയാണ്. അത്യാവശ്യ കുക്കിങ്ങുകൾ മാത്രമേ ഉള്ളൂ കിച്ചണിൽ വെച്ച് ചെയ്യുന്നത്. അമ്മ പറയുന്നത് ഇവിടെ കുക്ക് ചെയ്യുന്നത് ആണ് അമ്മയ്ക്ക് കൂടുതൽ കംഫർട്ടബിൾ എന്നാണ്. ഇവിടെ പുറത്തെ ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് നിന്ന് കുക്കിംഗ് ചെയ്യാം, ചുറ്റുപാടുമുള്ള ആൾക്കാരെയൊക്കെ കാണാം. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ മിക്ക കുക്കിങ്ങും ഇവിടെ തന്നെയാണ്. ഇനി ഇതിന്റെ അരപ്പ് തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു അരമുറി നാളികേരം ചെറുകിയതുണ്ട്, കുറച്ച് ചുമന്നുള്ളി ഉണ്ട്, 1 ടീസ്പൂൺ കടുക്, കുറച്ച് ജീരകം, അതുപോലെ കറിവേപ്പില. അപ്പോൾ കടുക് നമ്മളൊന്ന് ക്രഷ് ചെയ്യത്തേ ഉള്ളൂ, ഒന്ന് ചതച്ചെടുക്കത്തേ ഉള്ളൂ. തേങ്ങ അരച്ചു കഴിഞ്ഞിട്ട് അവസാനം കടുകും കറിവേപ്പിലയും കൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ കൂട്ട് നമ്മൾ നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല, അരപ്പ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ചൂടായാൽ മാത്രം മതി. അത് കഴിഞ്ഞ് 1 കപ്പ് പുളി കുറഞ്ഞ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. തൈരും കൂടെ ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു സ്വാദ് കിട്ടുന്നത്. പച്ചമാങ്ങ ആയതുകൊണ്ട് തൈരിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കും, പക്ഷെ തൈര് ചേർക്കുമ്പോൾ നല്ല സ്വാദാണ്. അപ്പൊ പുളി കുറഞ്ഞ തൈര് നോക്കി ചേർക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇനി നമുക്കൊരു താളിപ്പ് തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് കടുകും ചുമന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഈ താളിപ്പും കൂടെ വരുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. 1 കലം ചോറുണ്ണാൻ ഈ ഒരു പച്ചമാങ്ങ പച്ചടി മാത്രം മതി എന്നാണ് അമ്മ പറയുന്നത്. അമ്മ പറയുന്ന അല്ല കേട്ടോ, അത് തന്നെയാണ് സത്യം. ഈ ഒരു കറിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ചോറുണ്ണാൻ എത്ര ചോറ് വേണേലും കഴിക്കാൻ പറ്റും. അപ്പം നമ്മുടെ താളിപ്പെല്ലാം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചിട്ട് അതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് അതൊരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അപ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ എൻഹാൻസ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇന്ന് ഇപ്പൊ ഞാൻ ഈ പച്ചടി കൂട്ടാൻ പോകുന്നത് നല്ല ചക്ക വേവിച്ചതിന്റെ കൂടെയാണ്, നല്ല ചക്കപ്പുഴുക്കിന്റെ കൂടെയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ. നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണേ. അപ്പൊ എല്ലാവരും ഈ പച്ചടി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.